ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഡിവൈഎഫ്ഐ പ്രവർത്തകരാണേലും നമ്മുടെ സംഘടനകളാണേലും എല്ലാം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ഇപ്പം നിൽക്കുന്നത്. അടിച്ചാലും നമുക്ക് വേണ്ട എന്ത് സാധനമാണേലും നമുക്കത് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് വെട്ടമൊന്നും ഇല്ലായിരുന്നു. സാറൊക്കെ ഇടപെട്ട് ഞങ്ങൾക്ക് ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വന്നു. ദുരിതാശ്വാസ ക്യാമ്പിൽ ആശ്വാസമായി ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡിൻ്റെ പ്രവർത്തനം തുടരുകയാണ്. ഇപ്പോൾ നമ്മൾ തിരുമൂലപുരം ബാലികാ മഠം സ്കൂളിലാണ് നമ്മളുള്ളത്. ഇവിടെ കോഴിക്കോട് CPM ജില്ലാ സെക്രട്ടറി മോഹനൻ മാസ്റ്റർ ചേരുവാണ്. മാസ്റ്റർ, ഡിവൈഎഫ്ഐ ഒരുപാട് ക്യാമ്പുകളിൽ ചെല്ലുന്നു. പല ഇവിടെ ക്യാമ്പിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇല്ലാത്ത ചില ക്യാമ്പിൽ ഭക്ഷണം തികയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ പോയി ഈ കാര്യങ്ങളൊക്കെ നൽകുകയാണ്. ഈ പ്രളയകാലത്ത് മുൻഘട്ടങ്ങളിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ സന്നദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ളതും അതുപോലെ തന്നെ മനുഷ്യസ്നേഹത്തിലധിഷ്ഠിതമായ ഇത്തരം ദൗത്യങ്ങൾ സ്വയം സന്നദ്ധമായി ഏറ്റെടുത്തിട്ടുള്ളതുമായ ഒരു മഹാപ്രസ്ഥാനമാണ് DYFI. ഇന്ന് പഴയകാലത്തുനിന്നും വ്യത്യസ്തമായി സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെൻറ് തങ്ങളിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്നതും തങ്ങളിൽ അർപ്പിതവുമായ ചുമതലകൾ യഥാസമയം നിറവേറ്റുന്നതിന് സന്നദ്ധമായില്ല. ഇതുപോലുള്ള ഘട്ടങ്ങളിൽ ജനങ്ങളെ സഹായിക്കാൻ എത്തിച്ചേർന്നില്ല എന്ന അതിശക്തമായ അഭിപ്രായവും വിമർശനവും അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാവുകയാണ്. അത്തരമൊരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ DYFIയുടെ യഥാസമയമുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഏറ്റവും ഫലപ്രദവും അങ്ങേയറ്റം മനുഷ്യസ്നേഹപരവുമാണ്. ഇതിന് മുൻകൈയെടുത്ത് കണ്ടറിഞ്ഞ് മുന്നോട്ട് വന്ന് ഈ ചുമതല നിറവേറ്റാൻ സന്നദ്ധമായിട്ടുള്ള DYFIയുടെ ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തകരെയും, പ്രത്യേകിച്ച് യൂത്ത് ബ്രിഗേഡിലെ അംഗങ്ങളെയും അതിൻ്റെ ചുമതലക്കാരെയും എല്ലാം തുറന്ന മനസ്സോടുകൂടി അഭിനന്ദിക്കുകയാണ്. TV രാജേഷ് മുൻ MLA യും DYFIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറിയൊക്കെ ആയിരുന്നല്ലോ. ഇപ്പോൾ ഇവരുടെയൊക്കെ ഈ പ്രവർത്തനങ്ങൾ വലിയ ഒരു മികവുകളോടുകൂടിയാണല്ലോ. പല ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശ്വാസമില്ലാതാവുകയും ദുരിതം ദുസ്സഹമാവുകയും ചെയ്തൊരു സാഹചര്യത്തിൽ DYFI വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ തിരുവല്ലയുടെ ഈ മേഖലയിൽ മാത്രം 37 ക്യാമ്പുകളുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയുടെ വിവിധ ക്യാമ്പുകളിൽ അവിടെ ക്യാമ്പിൽ കഴിയുന്ന കുട്ടികൾക്കും അതുപോലെ തന്നെ അവിടെ കഴിയുന്ന അമ്മമാർക്കും മറ്റ് സഹോദരങ്ങൾക്കും ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങളും അവർക്ക് ആവശ്യമായ വസ്ത്രങ്ങളും മറ്റും എത്തിക്കുന്ന കാര്യത്തിൽ DYFI വളരെ മാതൃകാപരമായ പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ എല്ലാ ഘട്ടങ്ങളിലും ഇതര യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്നും DYFIയെ വ്യത്യസ്തമാക്കുന്നത് ഇത്തരത്തിലുള്ള മാതൃകാപരമായ ജീവകാരുണ്യ പ്രവർത്തനം തന്നെയാണ്. തീർച്ചയായിട്ടും വളരെ അഭിനന്ദനാർഹമാണ്. സമൂഹത്തിൽ എല്ലാ യുവജന സംഘടനകൾക്കും ഇതൊരു മാതൃകയാണ്. പക്ഷേ ഇവിടെ ഈ പ്രളയത്തിൻ്റെ കാര്യം പറയുമ്പം 2018 വലിയ പ്രളയം ദുരിതമുണ്ടാക്കിയൊരു സ്ഥലത്ത് DYFI വലിയ തോട് ക്ലീൻ ചെയ്ത്. ഇത്തവണ ഇപ്പോൾ അവിടെ പ്രളയമില്ല. അപ്പോൾ അതെനിക്കൊന്ന് നിസാം ആ കാര്യം പറയുമ്പോൾ നിസാം അതൊന്നും പറയാമോ? അന്നത്തെ ജില്ലാ സെക്രട്ടറി 2 വർഷം മുമ്പാണ് DYFI നേതൃത്വത്തിൽ പന്തളം വലിയ തോട് ക്ലീൻ ചെയ്തത്. ഏതാണ്ട് ഒരു 8 കിലോമീറ്ററോളം DYFI ആ ശ്രമദാനം ഏറ്റെടുത്തു. ഇപ്പോൾ 2 തവണ ഇപ്പോൾ നമ്മുടെ ജില്ലയിലാകെ പ്രളയം ബുദ്ധിമുട്ടുണ്ടായപ്പോഴും ആ പ്രദേശത്ത് ഇപ്പോൾ വെള്ളം പൊങ്ങിയിട്ടേ ഇല്ല. ഇപ്പോൾ നിരവധി ആളുകളാണ് DYFI ചെയ്ത ആ പ്രവർത്തനത്തോട് നന്ദിയോടെ സ്മരിക്കുന്നത്. DYFI ജില്ലാ കമ്മിറ്റി മുഴുവനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അത്തരം പ്രവർത്തനങ്ങൾ കൂടി DYFIയുടെ ഭാഗത്തുണ്ടെന്നൊരു സന്തോഷകരമായ കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിൽ നിരവധി മാതൃകകൾ DYFI തീർത്തിട്ടുണ്ട്. കാരണം തോട് ക്ലീൻ ചെയ്യുക, പുഴ ക്ലീൻ ചെയ്യുക, ജലാശയങ്ങൾ ക്ലീൻ ചെയ്യുക, ഇതൊക്കെ DYFIയുടെ പ്രവർത്തനത്തിലെ ഒരു പുതിയ അജണ്ടയല്ല. അതൊക്കെ DYFIയുടെ പ്രവർത്തന രീതിയുടെ ഭാഗം തന്നെയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു പ്രവർത്തനം തന്നെയാണ് ഒരു യുവജന പ്രസ്ഥാനം എന്ന സമൂഹം പ്രതീക്ഷിക്കുന്നത്. അവസരോചിതമായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് DYFIയെ മറ്റ് യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നമ്മൾ ക്യാമ്പിലെ ആളുകളോട് ചോദിക്കണം, ഇവർ ഇപ്പം DYFI പ്രവർത്തകരെത്തി, അതൊരു നല്ലൊരു കാര്യം തന്നെയല്ലേ നിങ്ങൾ ക്യാമ്പിൽ താമസിക്കുന്ന ആളുകളെ സംബന്ധിച്ചോളം? തീർച്ചയായിട്ടും ഞങ്ങൾക്കിത് നല്ലൊരു അനുഭവം തന്നെയാണ്. എന്താ, ഞങ്ങൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ഇവിടെ വന്നായിരുന്നു. സാറൊക്കെ സംസാരിച്ചായിരുന്നു. നമുക്ക് വേണ്ട എന്ത് സാധനമാണേലും നമുക്കത് എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. അതുപോലെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങുന്നിടത്ത് വെട്ടമൊന്നും ഇല്ലായിരുന്നു. സാറൊക്കെ ഇടപെട്ട് ഞങ്ങൾക്ക് ഇവിടെ ലൈറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വന്നു. അതുപോലെ ഇന്നലെ അവിടെ കിടക്കുന്ന ഇന്ന് രാവിലെ തന്നെ ഒരു പേഷ്യൻറ്റ്, നമ്മൾ ഒരു കൊച്ചു കുഞ്ഞാണ്, ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞാണ്. അതിനൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് വന്നതാണ്. അതിനൊരു ബെഡിന് വേണ്ടിയിട്ട് രാവിലെ ഞാൻ സാറിനെ വിളിച്ചായിരുന്നു. അപ്പോൾ സാറ് പത്തനംതിട്ടയിലാണെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ആ നിമിഷ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറിയൊക്കെ ഇടപെട്ടു ഒരു ബെഡ് കൊണ്ടുവന്ന് റെഡിയാക്കി തന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ആയുള്ള അവർ കൊണ്ട് തന്നിട്ട്. അപ്പോൾ എന്ത് സാധനം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ സാറൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, പറഞ്ഞ വാക്ക് പാലിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് ഞങ്ങൾ അഭിമാനം കൊള്ളുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കൂടെ ഉണ്ട്. DYFI പ്രവർത്തകരാണേലും നമ്മുടെ സംഘടനകളാണേലും എല്ലാം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ DYFI പ്രവർത്തകരാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ കൂടെ ഇപ്പം നിൽക്കുന്നത്.
അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ക്യാമ്പിൽ താമസിക്കുന്ന അവരുടെ അനുഭവമാണ് പറയുന്നത്. ഡിവൈഎഫ്ഐ ഈ ക്യാമ്പിനോടൊപ്പം ഈ ജനങ്ങളുടെ ഒപ്പമുണ്ടെന്ന് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. ക്യാമറമാൻ അഖിലേഷ് കുടുംബോടൊപ്പം സുജിറ്റി ബാബു, കൈരളി ന്യൂസ്, പത്തനംതിട്ട.